നമസ്കാരം. നമ്മളിന്ന് ഒ.വി. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം അതിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലുകയാണ്. അതെ, നിങ്ങൾ ഈ പറഞ്ഞ ഭാഗങ്ങൾ ശരിക്കും മലയാളത്തിലെ ഒരു ക്ലാസിക് കൃതിയുടെ തുടക്കമാണല്ലോ. തീർച്ചയായും. അപ്പോൾ നമ്മുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഈ തുടക്കത്തിൽ വിജയൻ എന്തൊക്കെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, ആ ഒരു ആഴം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ ഖസാക്കിലേക്ക് കടക്കുന്നത് രവിയിലൂടെയാണല്ലോ. കൂമൻകാവിൽ ബസ് ഇറങ്ങുന്ന രംഗം അതൊന്ന് ഓർത്തെടുത്താലോ? ശരിയാണ്. ആ ബസ് യാത്രയുടെ വിവരണം അത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. രവി വെറുതെ ഒരു സ്ഥലത്തേക്ക് വരികയല്ല. അല്ല, അതൊരു എന്താ പറയാ, ഒരു കാലത്തിലേക്ക്, ഒരു അനുഭവ ലോകത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ആ പൊടിയും വെയിലും നിറഞ്ഞ വഴി, ചിതലിയൂർ മല, പാലമരങ്ങൾ, ഇതൊന്നും വെറും ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല. അല്ല അല്ല വിജയന്റെ ഭാഷ അത് തുടക്കത്തിലേ നമുക്ക് ആ ഖസാക്കിന്റെ ഒരു പ്രത്യേകത, ഒരു നിഗൂഢതയൊക്കെ തരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ പ്രകൃതിക്ക് പോലും ഒരു കഥാപാത്രത്തിന്റെ റോള് വരുന്നുണ്ട് അവിടെ. ശരിയാണ്. ആ വരണ്ട കാറ്റ്, പനകൾ, അതൊക്കെ ഒരു അന്യതാബോധമുണ്ടാക്കുന്നുണ്ടല്ലേ തുടക്കത്തിൽ തന്നെ. ഉണ്ട്. പിന്നെയാണ് നമ്മൾ ഖസാക്കിലെ ആളുകളെ കാണുന്നത്. അപ്പുക്കിളി, അപ്പുക്കിളി, രവിയുമായിട്ടുള്ള ആദ്യത്തെ സംസാരം, അത് ഭയങ്കര കൗതുകം നിറഞ്ഞ ഒന്നാണ്. അപ്പുക്കിളിയുടെ ലോകം, ആ പറച്ചിലിന്റെ ഒരു ലാളിത്യം, അത് ഖസാക്കിന്റെ ഒരു വേറിട്ട യുക്തിയെക്കുറിച്ച് നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പുക്കിളിയുടെ ആ സംസാരം നോക്കൂ. പൂച്ചയ്ക്ക് ശ്വാസം മുട്ടിയേച്ച് എന്നൊക്കെ പറയുന്നത് അതൊരു സാധാരണ പറച്ചിലല്ല. ശരിക്കും അവിടെ യാഥാർത്ഥ്യവും ഭാവനയും യുക്തിയും അയുക്തിയുമൊക്കെ തമ്മിലുള്ള ഒരു അതിർവരമ്പ് മാഞ്ഞു പോകുന്ന ലോകമാണ് ഖസാക്ക് എന്നതിന്റെ ആദ്യത്തെ സൂചനയാണത്. അതെ അതെ അവിടെയാണ് ആ ഇതിഹാസം എന്ന സ്വഭാവം വരുന്നത്. സാധാരണ കാര്യങ്ങൾക്ക് പോയും ഒരു മിത്തിന്റെ ഒരു തലം കൈവരുന്നു. ശരിയാണ്. അല്ലാപ്പിച്ച മൊള്ളാക്കയുടെ ആ രൂപം, നൈജാമയുടെ ഓർമ്മകൾ, ഇവരൊന്നും വെറും ആളുകളല്ല. ഖസാക്കിന്റെ ഒരു കൂട്ടായ ഓർമ്മയുടെ ഭാഗമാണവർ. അപ്പൊ ആ ഇതിഹാസം എന്ന പേര് വെറുതെയല്ല കൊടുത്തത്. ചെറിയ മനുഷ്യരുടെ ജീവിതങ്ങൾ പോലും ഒരു വലിയൊരു ക്യാൻവാസിൽ ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. അതെ അതെ. അവിടെയാണ് വിജയന്റെ ഭാഷയുടെ ഒരു മാജിക് നമ്മൾ കാണുന്നത്. വളരെ സിമ്പിളായ കാര്യങ്ങൾ, പക്ഷേ ആഴത്തിലുള്ള അർത്ഥങ്ങളിലേക്കൊരു വാതിൽ തുറക്കുകയാണ്. തീർച്ചയായും. ഈച്ചകൾ മുരളുന്ന ശബ്ദം, പല്ലിയുടെ ചിലക്കിൽ, ഇതൊക്കെ ശരിക്കും ആ ഗ്രാമത്തിന്റെ ഒരു ജീവനുള്ള ശബ്ദങ്ങളായിട്ട് മാറുന്നു. അതെ, ഭാഷ തന്നെയാണ് ഖസാക്കിന്റെ ആത്മാവ്. അതിലൂടെയാണ് വിജയൻ പല ദാർശനികമായ ചോദ്യങ്ങളും ഉയർത്താൻ ശ്രമിക്കുന്നത്. ഇവിടെ കാണാം, രവി കൊണ്ടുവരുന്ന അറിവ്, ഒരു ശാസ്ത്രീയ യുക്തി, അതൊക്കെ ഖസാക്കിലെ വിശ്വാസങ്ങളെയും ജീവിത രീതികളെയും എങ്ങനെയായിരിക്കും നേരിടുക? ഇതൊരു കഥാപാത്രത്തിന്റെ യാത്ര മാത്രമല്ല, രണ്ട് ലോകങ്ങൾ തമ്മിലുള്ളൊരു സംവാദത്തിന്റെ തുടക്കമാണ് ശരിക്കും. ശരിയാണ്. ആ സംവാദം അതുതന്നെയാണ് ഒരുപക്ഷെ ഈ നോവലിന്റെ ഒരു കാതൽ എന്ന് പറയാവുന്നത്. അപ്പോൾ ഈ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തങ്ങിയ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഖസാക്ക് എന്നത് വെറുമൊരു സ്ഥലമല്ല, അതൊരു മാനസികാവസ്ഥയാണ്, ഒരു സാംസ്കാരിക ലോകമാണ്. ശരിയാണ്. വിജയന്റെ ഭാഷ അതിനത്രയ്ക്ക് ജീവസുറ്റതാക്കുന്നുണ്ട്. അതെ. അതോടൊപ്പം തന്നെ മനുഷ്യന്റെ ഒരു അസ്തിത്വത്തെക്കുറിച്ചുള്ള ചില അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ, അതൊക്കെ ഈ ഭാഗങ്ങളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. ഒറ്റപ്പെടൽ, ഓർമ്മകൾ, പിന്നെ രവിയുടെ കാര്യത്തിൽ ആ പാപബോധം, അതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് വിജയൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോ കഥാപാത്രവും ഓരോ ലോകമാണ്. അവരുടെയൊക്കെ ജീവിതം കൂടിച്ചേർന്നാണ് ഈ ഖസാക്ക് എന്ന വലിയ കഥയുണ്ടാകുന്നത്. ഈ ആദ്യ ഭാഗങ്ങൾ തന്നെ ശരിക്കും ആ നോവലിന്റെ ഒരു ആഴവും പരപ്പും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോ ഈ ഒരു ചർച്ചയിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഖസാക്കിന്റെ ഈ ആദ്യ ഭാഗങ്ങൾ വെറും കഥയുടെ തുടക്കമല്ല, വിജയൻ ഉണ്ടാക്കിയെടുത്ത ആ ഒരു പ്രത്യേക ലോകത്തിന്റെ താക്കോലാണ്. അതെ. അതിലെ ഭാഷ, കഥാപാത്രങ്ങൾ, ആ അന്തരീക്ഷം എല്ലാം കൂടി നമ്മളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഒരു ചിന്ത, ഒരു ചോദ്യം നിങ്ങൾക്കായിട്ട് ഇവിടെ ഇടാം. പുറത്തുനിന്ന് വന്ന രവിയാണോ ഖസാക്കിനെ മാറ്റാൻ പോകുന്നത്? അതോ ഖസാക്കിന്റെ ആ ഒരു ലോകം, അതിന്റെ ആത്മാവ് രവിയെ അങ്ങോട്ട് കീഴടക്കുമോ? ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ.